ആരോഗ്യവകുപ്പിന്റെ കനിവ് 108 ആംബുലൻസ് സർവീസ് ഇല്ലാത്ത ജില്ലയിലെ ഏക നഗരസഭാ പ്രദേശമായി ഒറ്റപ്പാലം. താലൂക്ക് ആശുപത്രി കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന 2 ആംബുലൻസുകളെ ഇവിടെ നിന്ന് മാറ്റിയതോടെയാണ് ഒറ്റപ്പാലത്ത് ദ്രുതഗതിയിൽ രക്ഷാപ്രവർത്തനം നടത്താനായി ഉപകരിച്ചിരുന്ന സേവനം ഇല്ലാതായത്. നഗരസഭാ പ്രദേശമെന്നതിനു പുറമെ ജില്ലയിലെ 2ാമത്തെ റവന്യൂ ഡിവിഷൻ ആസ്ഥാനവും താലൂക്ക് ആസ്ഥാനവുമായ പ്രദേശത്തു നിന്നാണ് ഈ സേവനം നിർത്തിയിട്ടുള്ളത്. ജില്ലയിലാകെ 28 ആംബുലൻസുകളാണ് സർവീസ് നടത്തുന്നത്. അതിൽ 13 എണ്ണം 24 മണിക്കൂറും 15 എണ്ണം 12 മണിക്കൂറും സേവനത്തിനുണ്ട്. ചിറ്റൂർ, ചെർപ്പശ്ശേരി, ഷൊർണൂർ, മണ്ണാർക്കാട്, പാലക്കാട്, പട്ടാമ്പി തുടങ്ങിയ നഗരസഭാ പ്രദേശങ്ങളിലെല്ലാം 108 ആംബുലൻസ് ഉണ്ട്. ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ 108 ആംബുലൻസ് സർവീസിന് പുറമെ 2 ആംബുലൻസുകളുള്ളതാണ് മാറ്റാൻ ആവശ്യപ്പെട്ടതിലെ ഒരു കാരണം. എന്നാൽ 108 ആംബുലൻസ് സർവീസ് എന്നത് വേഗത്തിലുള്ള രക്ഷാപ്രവർത്തനങ്ങൾക്ക് ആരോഗ്യവകുപ്പ് ഒരുക്കിയ സംവിധാനമാണ്. അപകടങ്ങളോ അത്യാഹിതങ്ങളോ ഉണ്ടായാൽ പൊതുജനങ്ങൾക്ക് 108 എന്ന നമ്പറിലേക്ക് വിളിച്ച് എത്രയും പെട്ടെന്ന് ആംബുലൻസുകൾ എത്തിക്കാമെന്നതായിരുന്നു നേട്ടം. ആശുപത്രിയിൽ നിലവിലുള്ള ആംബുലൻസുകളെ ഇത്ര വേഗത്തിൽ രക്ഷാപ്രവർത്തനത്തിലെത്തിക്കാനുള്ള ശൃംഖലകളില്ലെന്നതാണ് നഷ്ടം. ജില്ലയിൽ വാഹനാപകടങ്ങളുടെ 25% നടക്കുന്നത് പാലക്കാട് കുളപ്പുള്ളി പാതയിലാണ്. ഇനി ഒറ്റപ്പാലം ഭാഗത്തെ ദ്രുതഗതിയിലുള്ള രക്ഷാപ്രവർത്തനങ്ങൾക്ക് ഷൊർണൂരിൽ നിന്നോ അമ്പലപ്പാറയിൽ നിന്നോ ആംബുലൻസുകൾ ഓടിയെത്തേണ്ടി വരും. ഇത് രക്ഷാപ്രവർത്തനത്തിന് സമയനഷ്ടമുണ്ടാക്കുമെന്നതാണ് ആശങ്ക. നേരത്തെ ആശുപത്രിയുടെ താൽക്കാലിക ചുമതലയുണ്ടായിരുന്ന മുൻ സൂപ്രണ്ട് ദേശീയാരോഗ്യ ദൗത്യം ജില്ലാ പ്രോഗ്രാം മാനേജർക്ക് നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആംബുലൻസുകൾ പിൻവലിച്ചെന്നതാണ് വിവരം. 108 ആംബുലൻസുകൾക്ക് പുറമെ ആശുപത്രിയിൽ 2 ആംബുലൻസുകളുണ്ടെന്നും ഇവിടെ കെട്ടിട നിർമ്മാണം നടക്കുന്നതിനാൽ പാർക്കിങ്ങിന് സ്ഥലപരിമിതിയുണ്ടെന്നതായാണ് പിൻവലിക്കാനായി കത്തിൽ കാണിച്ച കാരണം. അമ്പലപ്പാറ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റുന്നതും പരിഗണിക്കാമെന്നും കത്തിൽ ശുപാർശയുണ്ടായിരുന്നു. ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് ഇവ മാറ്റിയതെന്നാണ് 108 സർവീസിന്റെ ചുമതലയിലുള്ള ഏജൻസികളും പറയുന്നത്. CCN ഒറ്റപ്പാലം.